യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് രാവിലെ നേരത്തെ ഉണർന്ന് വചനജ്വാല ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കാറുണ്ട് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് ജീവിക്കണം, ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം, സമാധാനവും സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം നയിക്കണം. എങ്കിൽ പ്രിയമുള്ളവരെ, അതിന് വേണ്ടതായ 3 കൊച്ചു കാര്യങ്ങളാണ് അച്ഛൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ 3 കൊച്ചു കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണും. എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൃപ നിറഞ്ഞ ജീവിതം, സന്തോഷം നിറഞ്ഞ ജീവിതം, സമാധാനപൂർണ്ണ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയും അതിലപ്പുറമായിട്ടും ക്രിസ്തുവിനെ പങ്കുവച്ച് ജീവിക്കുന്ന വ്യക്തികളായി ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണത കുറച്ചുകൂടി സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിൽ ജീവിക്കാൻ സാധിക്കും. അതിനച്ഛൻ ഈ 3 കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ആ 3 കാര്യങ്ങൾ. ഒന്നാമതായി റോമാലേഖനം 12-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പോലെ മറ്റുള്ളവരുമായി എല്ലാം പങ്കുവയ്ക്കണം. പ്രത്യേകിച്ച് ഇവിടെ പൗലോസിലെ പറയുന്നു, ആത്മീയ വരങ്ങൾ പങ്കുവയ്ക്കണം, നമുക്കുള്ളതെല്ലാം പങ്കുവയ്ക്കണം. ഒരേ ശരീരത്തിലെ അവയവങ്ങൾ എന്ന പോലെ നമ്മുടെ കഴിവുകളും നമ്മുടെ സമയവും ദൈവം തന്ന ദാനങ്ങളും എല്ലാം മറ്റു മക്കളുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവിക ചൈതന്യം എന്നിന്നറിയും. ഒന്നാമത്തത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. രണ്ടാമതായി യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്ന പോലെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്നവരാകണം. ഇവിടെ വചനം പറയുന്നു, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു. ദൈവം രണ്ടാമത് നമ്മൾ ആവശ്യപ്പെടുന്നത് തെറ്റായ മാർഗത്തിൽ നിന്നും പാപിയെ പിന്തിരിക്കണം. അതായത് നമ്മുടെ ജീവിതവും പ്രവൃത്തിയും പ്രാർത്ഥനയും എല്ലാം നിമിത്തമായിട്ട് പാപം ചെയ്യുന്ന, ദൈവത്തിൽ നിന്ന് അകന്ന ജീവിക്കുന്ന മക്കളെ എന്ത് ചെയ്യണം? അവരെ പിന്തിരിപ്പിക്കണം, ദൈവത്തിലേക്ക് അടുപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് 2 തരത്തിൽ അനുഗ്രഹം തരും. ഒന്ന്, നമ്മുടെ ആത്മാവിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും നിരവധിയായ എൻ്റെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുകയും ചെയ്യും. മൂന്നാമത് തമ്പുരാൻ പറയുന്നു, 1 യോഹന്നാൻ 3:14, അവരെ സ്നേഹിക്കുക. അതായത് വചനം പറയുന്നു, സഹോദരരെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഈ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. മറക്കരുത്, മറ്റുള്ളവരുമായി നമ്മുടെ കഴിവും എല്ലാം പങ്കുവയ്ക്കണം. അതുപോലെ ദൈവത്തിലേക്ക് നമ്മൾ എത്തിക്കണം. മൂന്നാമത് അവരെ സ്നേഹിക്കണം. എങ്കിൽ ഈ ദിവസം തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒപ്പം ഉടനെ അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരെയും, ഈ വചനജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങൾ അച്ഛൻ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവത്തെ പങ്കുവെച്ച്, കഴിവുകൾ അവരുമായി പങ്കുവെച്ച്, അവരെ സ്നേഹിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് പ്രാർത്ഥിച്ച് ഈ വചനജ്വാല ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ഇവർ പങ്കുവയ്ക്കുന്ന എല്ലാ മക്കളെയും ദൈവമേ, ശുശ്രൂഷയിലൂടെ വലിയ അനുഗ്രഹം എല്ലാ മക്കൾക്കും കർത്താവ് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ആയിരുന്നുകൊണ്ട് നിങ്ങളെ വഴി നിർത്തട്ടെ. സ്നേഹിക്കുവാനും നല്ലത് ചെയ്യുവാനുള്ള കഴിവും കൃപയും കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം
അച്ഛൻ ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, നാളെയും രാവിലെ 5 മണിക്ക് ഉണർന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ഒപ്പം ഈ വചനപ്രഘോഷ ശുശ്രൂഷയുടെ അതിലൂടെ പങ്കുവച്ച കാര്യങ്ങൾ മറ്റു മക്കളുമായി പങ്കുവെക്കണം. അവരും അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.